ചിന്തിക്ക്. ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. എന്താർത്ഥം? അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല, പല പീസൊക്കെ ആക്കാം, അവിടെ കൂടി മാറ്റം തിരുത്തൊക്കെ ചെയ്യാം. മാറ്റി തിരുത്തണം. ഒരു മാറ്റി തിരുത്തിയോ? MES മാറ്റി തിരുത്തിയോ? ഇല്ല. ഇസ്ലാമിക ശരീഅത്ത് മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പുറത്താക്കിയത്? MES-നെ. ഇപ്പൊ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത്? ഇസ്ലാമിക ശരീഅത്തല്ല, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും വേണമെങ്കിൽ പൊളിക്കാം, ഇസ്ലാമിക ശരീഅത്തിനല്ല. ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും മാറ്റാം, വേണമെങ്കിൽ ഇസ്ലാമിനെയും മാറ്റാം. ഡൂൾ ന്യൂസിന് ഖുർആൻ അവതരിപ്പിച്ചപ്പോഴാണ് ഇസ്ലാമിക നിയമം മുഴുവൻ എന്താ പറയുക, അത് ഒറ്റ ഒരു പാക്കേജായിട്ടാണ് വന്നത് എന്നാണ് പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. ഇത് തമ്മിലുള്ള ഒരു ചുരുങ്ങിയത് ഒരു 200 വർഷത്തെ, അതായത് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് ലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മദ്ഹബ്സ് രൂപപ്പെടുന്നത് 150-200 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഖുർആൻ അവതരിച്ച് നബിയൊക്കെ എന്താ പറയുക മരിച്ചതിന് ശേഷം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ കാണുന്ന ഒരുപാട്, ഇപ്പോൾ പെട്രീഷ്യ ക്രോൺ പോലുള്ള ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഖുർആന്റെ നിയമങ്ങൾ ഒന്നാണ്, ഇസ്ലാമിക നിയമം വേറെ ഒന്നാണ്. അതെന്ന് വെച്ചാൽ ആ ഒരു ഇതിൽ തന്നെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പുരുഷന്മാരാണ് ആദ്യകാലത്തെ വലിയ പണ്ഡിതന്മാർ, ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവര് ഉണ്ടാക്കിയ ഒരു ഇസ്ലാമിക നിയമം, അത് ശരീഅത്തിന്റെ ഒരു നിയമം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു നിയമമാണ്. അപ്പൊ ഇതില് വിസ്മരിക്കപ്പെട്ടു പോയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലുള്ള മരുമക്കത്തായത്തിൻ്റെതാണ്. അപ്പൊ ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ 851 ഗോങ്ഷാവ്, അതായത് ചൈനയിലെ ഗോങ്ഷാവ് തുറമുഖ നഗരം സന്ദർശിച്ച സുലൈമാൻ താജിർ എന്ന് വിശ്വസിക്കപ്പെടുന്ന സിറാഫിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ മുസ്ലിങ്ങൾ, അവിടെ ഗോങ്ഷാവ് എന്ന് പറയുന്ന ഇന്ന് കാൻഡൻ അല്ലെങ്കിൽ കാൻഡണിൽ മുസ്ലിങ്ങൾ അവിടെ ഖുർആൻ അനുസരിച്ചും ഇസ്ലാമിക നിയമം അനുസരിച്ചും ജീവിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല അവിടുത്തെ ആൾക്കാരുമായിട്ട്, പ്രാദേശിക സമൂഹങ്ങളുമായിട്ട് വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുകയും ഒരു പ്രാദേശിക സമൂഹം രൂപപ്പെടുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ഇദ്ദേഹം പറയുന്ന ഒരു കാലം എന്ന് പറയുന്നത് 851 പറയുന്നത് ഇന്ന് കേരളത്തിലൊക്കെ ആചരിച്ചു വരുന്ന ഷാഫി മദ്ഹബ് സ്ഥാപകനായ ഇമാം ഷാഫിയുടെ ഷാഫി മദ്ഹബ്, ഷാഫി സ്കൂൾ ഓഫ് ലോ ഒരു മദ്ഹബായിട്ട് രൂപപ്പെടുന്നതിന്റെ മുമ്പാണ് ഈ ചൈനയിലെ മുസ്ലിങ്ങൾ ഇസ്ലാമിക നിയമം അനുസരിച്ച് അവിടുത്തെ ആൾക്കാരൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. അതുപോലെ ഹംബലി മദ്ഹബ് വരുന്നതിന് മുമ്പ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചൈനയുടെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ അന്നത്തെ 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു പ്രൊക്ലമേഷൻ അനുസരിച്ച്, താങ് ഡൈനാസ്റ്റിയുടെ ഒരു പ്രൊക്ലമേഷൻ അനുസരിച്ച് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പുറത്തുനിന്ന് വരുന്ന ആർക്കും ചൈനക്കാരായ സ്ത്രീകളെ കല്യാണം കഴിക്കാം, അവിടെ താമസിക്കാം, എല്ലാ തരത്തിലും. അതായത് ഇന്ന് ചില ഭാര്യ വീട്ടിൽ താമസിക്കാം, അല്ലെങ്കിൽ അവർക്കുള്ള ചെലവിന് കൊടുക്കണം മറ്റുള്ള. പക്ഷെ പോകുന്ന സമയത്ത് ഒരിക്കലും ഈ സ്ത്രീകളെ കൊണ്ടുപോകാൻ പാടില്ല. അതായത് ഇന്നത്തെ ആന്ത്രോപോളജിക്കലി പറയുകയാണെങ്കിൽ മാട്രി ലൊക്കാലിറ്റി അല്ലെങ്കിൽ മാട്രി ഫൊക്കാലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പെണ്ണുങ്ങളെ വീട്ടിൽ താമസിക്കാമെന്ന് മലയാളത്തിൽ പറയാവുന്ന ആ ഒരു രീതിയാണ് ചൈനയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു നിയമവ്യവസ്ഥയായിരുന്നു ഈ സുലൈമാൻ താജിർ പോലുള്ള ആൾക്കാർ അവിടെ പോകുമ്പോൾ നിലനിന്നിരുന്നത്. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ശരീഅത്ത് മേൽക്കോയ്മ നേടുകയും, ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളുടെ ഈ ഗോങ്ഷാവ് ഒരു ഉദാഹരണം എടുത്താൽ ഇതുപോലെ തന്നെയാണ് ആഫ്രിക്കയിലെ പല തീരങ്ങളിലൊക്കെ നമുക്ക് കാണുന്നത്. മരുമക്കത്തായം പോലുള്ള രീതികളെ അക്കമഡേറ്റ് ചെയ്തുകൊണ്ട് നിലനിന്നിരുന്ന ഒരു നിയമവ്യവസ്ഥയെ പൂർണ്ണമായി പിന്തള്ളപ്പെടുകയും ചെയ്യാണ്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്ര തീരങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് പ്രത്യേകിച്ച് മരുമക്കത്തായ രീതിയിലുള്ളത്, നമുക്ക് അതൊരു ചാലഞ്ചിങ് ആയിട്ട് കൊണ്ടുവരുന്നത് ഈ പാട്രിയാർക്കൽ ശരിയ, അതിനെതിരെ ഒരു മാട്രിയാർക്കൽ ശരിയ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് എന്റെ ഒരു അന്വേഷണം. ഈ പറഞ്ഞു കഴിഞ്ഞില്ല. പിന്നെ അയാൾ പറയാണ് എന്ത്? അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി. ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ പെൺകുട്ടി ആയിരിക്കാം സദസ്സെന്നിട്ട് അയാളെ കൗണ്ടർ ചെയ്തു. അങ്ങനെ പറയരുത്. ഈ ഹുദവിയോട് അതിൽ കണ്ടു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ പെൺകുട്ടിയുടെ ആ ബ്രൈറ്റ്നസ് ഒക്കെ കണ്ടാൽ തോന്നും നമ്മൾ നാടൻ പെണ്ണല്ല. മനസ്സിലായില്ലേ? ആ പെൺകുട്ടിയുടെ 2019 നടന്ന സംഭവം. അപ്പൊ ഈ പെൺകുട്ടി പറയാണ് അങ്ങനെ പറയരുത്, ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതം എന്ന് പറയാൻ പാടില്ല. കൗണ്ടർ ചെയ്യുന്ന പെണ്ണ. കാരണം കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഉള്ളത് പുരുഷനായതുകൊണ്ട് ആണല്ലോ കൂടുതൽ സമ്പത്തും സൗകര്യവും അധികാരവും ആർക്ക് കൊടുത്തത്? പുരുഷന് കൊടുത്തത്. പെണ്ണിന് അത്ര ഉത്തരവാദിത്വമില്ല, അവർക്ക് ബാധ്യതയില്ല. പെണ്ണിൻ്റെ എപ്പോഴും പെണ്ണിന്റെ കയ്യിൽ ബാക്കിയാവും. അപ്പോൾ ഒരു ബാലൻസ് സൊസൈറ്റിയിൽ ഉണ്ടാക്കലാണ്. ഇല്ലെങ്കിൽ പറ്റ തകർന്നു പോകും പുരുഷൻ. കാരണം പെണ്ണിന് വേണ്ടി ചെലവാക്കേണ്ടത് ആരാണ്?
പുരുഷനാണല്ലോ. അപ്പൊ സൊസൈറ്റിയിലെ ബാലൻസ് പറ്റ നഷ്ടപ്പെടും എന്നത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിനെ അതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കരുതെന്ന് ഉദവിയോട് കൗണ്ടർ ചെയ്യുന്നത് ആരാ? ഒരു സാധു പെൺകുട്ടി, ഒരു 18-20 വയസ്സ്, അത്രയാ കുട്ടിക്കുണ്ട്. അപ്പോഴും ഇയാൾ കൗണ്ടർ ചെയ്യും, അല്ല ശരിയല്ല. എന്നിട്ട് അയാൾ അവിടെ ഉദ്ധരിക്കുന്നത്, അയാൾ പറയുന്നത്, നിങ്ങള് എന്താ പറയാ, നിങ്ങള് ഫാത്തിമ വദൂദിനെ കണ്ടുപിടിക്കുക. ഫാത്തിമ വദൂദിനല്ലേ അവരുടെ പേര്? ആമിന വദൂദ്. അതെ, സോറി, ആമിന വദൂദിനെ കണ്ടു. ഇതാണ് ആമിന വദൂദ്. ഈ പെൺകുട്ടിയോട് മറുപടി പറയാൻ വേണ്ടി ഹുദവി ഉദരത്തിന് ഉദാഹരിക്കുന്ന നിങ്ങൾ ആമിന വദൂദിന്റെ പുസ്തകം വായിക്കുക, ഈ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന. ആരാ ആമിന വദൂദ്? ആമിന വദൂദ്, ദ ഫസ്റ്റ് അമേരിക്കൻ വുമൺ ഇമാം. അമേരിക്കയിൽ ആണുങ്ങളെ ബാക്കിൽ നിർത്തി ഇമാം നിസ്കരിച്ച ആദ്യത്തെ ആളാണ് ആര്? ആമിന വദൂദ്. നിങ്ങൾ എന്നോട് കയർക്കല്ല വേണ്ടത്, നിങ്ങൾ ആമിന വദൂദിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കണം. ഇത് ആരല്ല പറയുന്നത്? ഇത് ഏത് ISMകാരനാണെങ്കിൽ നമുക്ക് പറയാം, ഒരു പണ്ട് അങ്ങനെയല്ലേ, ഏതെങ്കിലും ഒരു ISMകാരനോ KNMകാരനോ ഒരു മൗലവി ഇക്കാലം വരെ ഇസ്ലാമിക നിയമങ്ങൾ പുരുഷ കേന്ദ്രീകൃതമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എവിടെ എത്തി നമ്മൾ? പിന്നെ അയാൾ ധരിക്കുന്നത് എന്താ പറയാ, പിന്നെ അതേപോലെയുള്ള ചില സ്ത്രീകളെയാണ് എന്താ പറയാ, ഒരു നർഗീസിന് എന്ന സ്ത്രീ ഉണ്ടല്ലോ, മൊറോക്കക്കാരി, വിശദീകരിക്കുന്നില്ല. ഇതാണ് ആ പ്രോഗ്രാം. ദൂൾ ന്യൂസിന് അദ്ദേഹം കൊടുത്ത അഭിമുഖം, ഇസ്ലാമും ശരിയാത്തും ഏകശിലാത്മകമായ ഒന്നല്ല. പിന്നെന്തിനാ MS പൊക്കൊക്കെ ഏകശിലാത്മകമായ ഒന്നല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ പൊട്ടിക്കാൻ പറ്റാത്തൊരു പാറയല്ല. അതായത് എപ്പോഴും അതിനെ മാറ്റി തിരുത്താം. ഇതാരാ പറയുന്നത്? നാഹുദയുടെ പ്രധാന മെയിൻ പ്രൊഡക്റ്റ് ബാക്കിയുള്ള കുട്ടികൾക്ക് കൂലിയാകാൻ പഠിക്കുക. എങ്ങനെയെങ്കിലും അവരൊക്കെ 25 തീർക്കുക. പഠിച്ചോനെ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കൂലിയാക്കി കൊണ്ടാണ്. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത്രയും വലിയ സ്വീകാര്യതയാണ് ഈ വ്യക്തിക്ക്. ചിന്തിക്ക്, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. എന്താർത്ഥം? അതായത് ഒരു പൊട്ടിക്കാൻ പറ്റാത്ത പാറയല്ല. പല പീസൊക്കെ ആക്കാം, അവിടെ കൂടി മാറ്റം തിരുത്തൊക്കെ ചെയ്യാം. മാറ്റി തിരുത്തണം. ഒരു മാറ്റി തിരുത്തിയോ? MESകാർ മാറ്റി തിരുത്തിയോ? ഇല്ല. ഇസ്ലാമിക ശരീഅത്ത് മാറ്റി തിരുത്തപ്പെടേണ്ടതാണ് എന്ന് വാദിച്ചതിനാണ് നമ്മൾ ആരെ പുറത്താക്കിയത്? MESനെ. ഇപ്പൊ നമ്മളെ കുട്ടികളാണ് വാദിക്കുന്നത് എന്ത്? ഇസ്ലാമിക ശരീഅത്തല്ല, ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും വേണമെങ്കിൽ പൊളിക്കാം, ഇസ്ലാമിക ശരീഅത്തിനല്ല. ഇസ്ലാമും ശരീഅത്തും ഏകശിലാത്മകമായ ഒന്നല്ല. അപ്പൊ ശരീഅത്തും മാറ്റാം, വേണമെങ്കിൽ ഇസ്ലാമിനെയും മാറ്റാം. ദൂൾ ന്യൂസിന് 2019 കൊടുത്ത അഭിമുഖം നമ്മുടെ ഒരു ബഹുമാനപ്പെട്ട വിദ്യാർത്ഥി. എന്റെ ഇതുവരെ കേരളത്തിൽ പണ്ഡിതന്മാർ ചർച്ചയാക്കാൻ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ എവിടെയാ? അമേരിക്കയിലോ? എന്തെങ്കിലും പറ്റിയത്? അതായത് ഇവരൊക്കെ താങ്ങാൻ ഇവിടെ പൊളിറ്റീഷ്യന്മാർ ഉള്ളത് കൊണ്ട് പൊളിറ്റീഷ്യന്മാരെ പിണക്കാൻ പണ്ഡിതന്മാർ വേറെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്, ചരിത്രങ്ങൾ പുരുഷ കേന്ദ്രീകൃതമായി എഴുതുന്ന രീതിക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചു. അപ്പൊ ഇതുവരെ നമ്മുടെ ചരിത്രം, ഇസ്ലാമിക ചരിത്രമെല്ലാം എഴുതി വന്നത് ഏത് രീതിയിലാണ്? പുരുഷ കേന്ദ്രീകൃതം. അത് മാറ്റി തിരുത്തണം. വേറൊന്ന്, ഒരു നിയമമല്ല, ലോക ചരിത്രത്തിലെ പല ജനതയാണ് ഇസ്ലാം. എങ്ങനെയുണ്ട്? ഞാൻ വിശദീകരിക്കുന്നില്ല. ശരി, അങ്ങനെ ഒരു കുട്ടി 2019 ഇതൊക്കെ വിട്ടത്. അദ്ദേഹത്തിന് ഈ 2019 ശേഷം ഇതുവരെയും അദ്ദേഹത്തിന് ദാറുൽ ഹുദ കൊടുത്ത അഭിനന്ദനങ്ങൾക്ക് കയ്യും കണക്കില്ല. കൊടുത്ത അഭിനന്ദനങ്ങൾക്ക്. ഹാദിയയുടെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. മഹ്മൂദ് ഹുദവി കുരിയ വിൻസ് ഇൻഫോസിസ് പ്രൈസ് വർത്ത് 84 lakhs. 84 ലക്ഷത്തോളം ഉള്ള വലിയ ഒരു അവാർഡിന് മഹ്മൂദ്